നമുക്കൊരു കഥ കേട്ടാലോ? എല്ലാവർക്കും കഥ കേൾക്കൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലേ. നമ്മളൊരു സ്റ്റോറിയുടെ കൂടെ ഒരു റിയാലിറ്റിയെ പറ്റി നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് നമ്മുടെ ലൈഫിന്റെ എക്സ്പീരിയൻസ് ഒന്ന് കേട്ട് നോക്കാം. നമ്മൾ ദൈവത്തിനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. യെസ് ഓർ നോ? ഇവിടെ വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടല്ല, അവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഒരു ദിവസം ഒരു മനുഷ്യൻ ദൈവത്തിനോട് പറഞ്ഞു, എനിക്ക് റൈറ്റ് സൈഡിലത്തെ മല ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കി കിട്ടണം എന്ന്. ഓക്കെ, എന്നിട്ട് രാത്രി കിടന്നുറങ്ങി. ഓക്കെ, രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഡോറ് തുറന്നു നോക്കുന്നത് റൈറ്റ് സൈഡിലേക്ക് തന്നെയാണ്. മല റൈറ്റ് സൈഡിൽ ഇന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയോ എന്ന്. നിങ്ങൾക്ക് ട്രൂ ആയിട്ട് ദൈവത്തിന് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? എണീറ്റിട്ട് ലെഫ്റ്റ് സൈഡിൽ മല ഉണ്ടോ എന്ന് നോക്കണമായിരുന്നു. യെസ് ഓർ നോ? എഗ്രി ചെയ്യുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അതാണ് ട്രൂ ആയിട്ടുള്ള ബിലീഫ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം ഇത് എനിക്ക് വേണ്ടി മാറ്റി തരും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കാണ് തുറന്നു നോക്കേണ്ടത്. അവിടെ മല ഉണ്ടായേനെ. ഓക്കെ, ഇങ്ങനെ ഒരു ഫാക്റ്റ് ആണെങ്കിൽ, ഇത് റിയാലിറ്റി ആണെങ്കിൽ, അടുത്തൊരു കാര്യം കേൾക്കൂ. ഗോൾസ് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ആ റിലേഷൻഷിപ്സ് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഹാപ്പിനെസ് കണ്ടെത്തും എന്ന് പറയുന്നത് ഒരു റോങ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്, അത് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടും അത് നേടിയെടുത്ത് എൻ്റെ ഹാപ്പിനെസ്സിൽ ഞാൻ ജീവിക്കുകയാണ്. ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ്. അങ്ങനെ മാത്രമാണ് ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യുക, റിലേഷൻഷിപ്സ് ഒക്കെ ബെറ്റർ ആവുക, മണിയൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുക. സ്റ്റേ ട്യൂൺഡ് വിത്ത് മീ. എന്ത് ഗൈഡൻസും ഈ ഒരു പ്രോസസ്സിൽ വേണ്ടവർ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.